ധർമ്മസ്ഥലയിലെ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ സത്യമാവുകയാണോ? കേസിൽ നിർണായക വഴിത്തിരിവായി നേത്രാവതി നദിക്കരയിലെ 6-ാം പോയിന്റിൽ അസ്ഥികൂടം കണ്ടെത്തി. പുരുഷന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചെങ്കിലും പ്രായവും പഴക്കവും വ്യക്തമല്ല. സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിൽ അടുത്ത ദിവസങ്ങളിലും പരിശോധന തുടരും. വിശദാംശങ്ങൾ ഡാറ്റാഷീറ്റിൽ പരിശോധിക്കാം. തെരച്ചിൽ ഇതുവരെ നടന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ പരിശോധനയിൽ നിർണായക തെളിവായി അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് നമ്മൾ നേരത്തെ റാപ്പിൽ കണ്ടു. സ്പോട്ട് നമ്പർ 6-ൽ നിന്ന് ലഭിച്ചത് 15 അസ്ഥിഭാഗങ്ങളാണ്. 2.5 അടി കുഴിച്ചപ്പോഴാണ് ചിന്നിച്ചിതറിയ അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത് എന്ന വിവരമാണ് നമുക്കുള്ളത്. അസ്ഥി പുരുഷൻ്റേതാകാം എന്ന് സ്ഥിരീകരിച്ചെങ്കിലും പ്രായവും പഴക്കവും വ്യക്തമായിട്ടില്ല. ഇതുവരെ ഇതേ സ്ഥലത്ത് 7 മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് സാക്ഷി ആവർത്തിച്ചിരിക്കുന്നത്. JCB എത്തിച്ച് ആഴത്തിൽ കുഴിയെടുത്തെങ്കിലും കൂടുതലൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വിവരം. കണ്ടെടുത്ത അസ്ഥികൾ പ്രത്യേക പ്ലാസ്റ്റിക് ബോക്സുകളിൽ വെവ്വേറെ സൂക്ഷിക്കും എന്നാണ് നമ്മൾ അറിയുന്നത്. ബയോസേഫ് ബാഗുകളിൽ അസ്ഥികൾ ലേബൽ ചെയ്യും തെളിവെടുപ്പ് ചിത്രീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയത് നേത്രാവതി തീരത്തെ 5 പോയിന്റുകളിലാണ്. 4 പോയിന്റുകളിൽ 3 അടി താഴ്ചയിൽ വരെ പരിശോധിച്ചു. തെളിവൊന്നും പക്ഷേ ലഭിച്ചിരുന്നില്ല. ഇന്നലെ 2-ാം പോയിന്റിൽ 4 അടി വരെ കുഴിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് ഇന്നലെ കണ്ടത്. മാർക്ക് ചെയ്ത 13 പോയിന്റുകളിലായാണ് സാക്ഷിയെ എത്തിച്ചുള്ള തെരച്ചിൽ നടത്തുക. പഞ്ചായത്തിൻ്റെ വാദം ഇതാണ്: അവകാശികളില്ലാത്ത അജ്ഞാത മൃതദേഹങ്ങൾ പുഴയോരത്ത് കുഴിച്ചിടാറുണ്ട് എന്ന് പഞ്ചായത്ത് ഇതിനകം പറഞ്ഞു. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം തുടർ നടപടി സ്വീകരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വെളിപ്പെടുത്തൽ നടത്തിയത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാം. ജോലിക്കാരനായിരിക്കെ 1995, 2014 വരെ 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചു എന്നാണ് ഇദ്ദേഹം വന്ന് വെളിപ്പെടുത്തിയത്. ക്ഷേത്രത്തിലെ സൂപ്പർവൈസറുടെ ഭീഷണിയെ തുടർന്നാണ് ഇത് മനസ്സിലാമനസ്സോടെ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ നിരവധി പേർ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്ന ഞെട്ടിക്കുന്ന പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ലൈംഗികാതിക്രമവും ബലാത്സംഗവും നടന്നതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ഈ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ശുചീകരണ തൊഴിലാളി വേഗത്തിൽ അഴുകാൻ മൃതദേഹങ്ങൾ ഏറെയും സംസ്കരിച്ചത് നേത്രാവതി തീരത്താണ് എന്ന് അദ്ദേഹം അപ്പോൾ പറഞ്ഞിരുന്നു. ഇത്രയും വിവരങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നാണ്. പഞ്ചായത്ത് ഉടൻ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ ആ കാര്യമായിരിക്കണമെന്നില്ല എന്നൊരു ഡിഫൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ കാര്യങ്ങൾ കുറേ കൂടെ ഗൗരവത്തിലാവുകയാണല്ലേ? അതെ. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം ഇത് ഈ ആരോപണത്തിന് പിന്നിൽ കേരളമാണ് എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു പരാതി. ശ്രദ്ധപ്പെട്ടില്ല. അതെ. ഈ ധർമ്മസ്ഥലയിൽ ഈ പരാതിക്കാരന് കേരള സർക്കാരിൻ്റെ ഒരു പിന്തുണയുണ്ട് എന്നാണ് R. അശോക. എവിടെ എന്ത് നടന്നാലും കേരളത്തിനൊരു സമാധാനമില്ല. ഒരു സമാധാനമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സ്വാഭാവികമായും ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരു ശ്രദ്ധ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ, ഇപ്പം നമ്മുടെ അടക്കം റിപ്പോർട്ടർ അവിടെ ധർമ്മസ്ഥലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കാൻ നിൽക്കുന്നു. മലയാളികളടക്കം ഒത്തിരി പേര് ജീവിക്കുന്ന പ്രദേശമാണത്. നമ്മൾ സ്വാഭാവികമായും ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. അല്ലാതെ തന്നെ അതെ തീർച്ചയായും. അപ്പോൾ ഇതിനൊരു വാർത്താ മൂല്യം കൂടിയുണ്ട് ആ നിലയ്ക്ക്. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ആ നിലയ്ക്ക് എല്ലാവരും പോകുമ്പോൾ അവിടെ നിന്നുണ്ടായ ആരോപണം, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എന്ന് പറയുന്നത് കേരളമാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ആരോപണത്തിന് പിന്നിൽ നിന്നായിരുന്നു. ഇനിയിപ്പോൾ ആ ആരോപണം ഉണ്ടാവില്ല. കാരണം അവിടെ നിന്ന് ഈ 15 സ്ഥലങ്ങളാണ് ഇയാൾ തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു പ്രക്രിയയാണ്. കാരണം ഇത് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതൊന്നും അവിടെ പക്ഷേ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 10 വർഷം മുമ്പ് കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിനും മുമ്പ് 10 വർഷം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ കാലയളവാണ്. അതിനു മുമ്പ് കുഴിച്ചിട്ട മൃതദേഹങ്ങൾ, ഇത് വനപ്രദേശമാണ്. ഒരു വനപ്രദേശത്ത് 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും. അതങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ എന്നിട്ടും 15 പോയിന്റുകൾ ഇയാൾ കണ്ടെത്തുകയാണ്. കണ്ടെത്തിയ പോയിന്റുകളിലാണ് കുഴിച്ചു നോക്കുന്നത്. ഈ വിഷയത്തോട് അവിടെ സർക്കാർ സമീപിച്ചിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്, ഇപ്പോൾ അതിനകത്ത് എത്രത്തോളം ഉണ്ട് വസ്തുത എന്നറിയില്ല. പക്ഷേ ഈ SIT തലവനെ മാറ്റുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ ഇപ്പം പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം കേന്ദ്ര സർക്കാർ ഡെപ്യൂട്ടേഷനിൽ പോകുന്നു, അതുകൊണ്ട് മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡെപ്യൂട്ടേഷനിൽ പോകാൻ ഈ ലിസ്റ്റിൽ ഈ പേര് ഉൾപ്പെടും എന്നുള്ള കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ട് എന്തിന് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ്. ഇനി അതുമാത്രമല്ല, അവിടെ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൽ കൂടി മാധ്യമങ്ങൾ, നമ്മുടെ BJP അധ്യക്ഷൻ്റെ കന്നഡ ചാനലുണ്ടല്ലോ, അതിൻ്റെ ഒരു ദൃശ്യം ഞാൻ ഇങ്ങനെ സന്ദർഭവശാൽ ഇങ്ങനെ എല്ലാം പരതി പോകുമ്പോൾ ഈ വാർത്ത പരതുമ്പോൾ കണ്ടു. അതിൽ ഏതാണ്ട് ഈ മട്ടിൽ തന്നെയാണ്, ഇത് അനാവശ്യമായ ഒരു ആരോപണം എന്ന മട്ടിൽ തന്നെയാണ്
ആഞ്ഞടിക്കുന്നത്. അതിൻ്റെ അവതാരകൻ ഈ വൈകിട്ടത്തെ അവതാരകൻ ഇരുന്നിട്ട് ഓരോ സ്ഥലവും ഇങ്ങനെ വെട്ടിയെറിയുകയാണ്. ഇതില്ല, ഒന്നാമത്തെ പോയിട്ടില്ല, രണ്ടാമത്തെ പോയിട്ടില്ല, മൂന്നാമത്തെ പോയിട്ടില്ല. അതായത് ഇതങ്ങ് അവസാനിപ്പിച്ചാൽ മതി, ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ പല മാധ്യമങ്ങളും ഇതിനെ കണ്ടത്, പ്രതിപക്ഷം പോലും ഇങ്ങനെയാണ് കണ്ടത്. പക്ഷേ ഇതിലേക്ക്, അതായത് ഈ ആളുകളെ കാണാതായിരിക്കുന്നു എന്നുള്ള വാസ്തവം അവിടെ നിലനിൽക്കാണല്ലോ. ഒരാളെങ്കിലും ഒരാൾ, അത് പരാതിക്കാരുമുണ്ടോ അവിടെ, സാക്ഷി വെളിപ്പെടുത്തുന്നു ഞാൻ ഇത്രയും പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. 50ഓളം പേരെങ്കിലും ഈ കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണല്ലോ ഇയാൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ഇനി എന്തായാലും കുറെ കൂടി ഗൗരവത്തോടെയുള്ള ഒരു അന്വേഷണം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു അസ്ഥികൂടം കണ്ടെത്തിക്കുന്നത് ഒരെണ്ണം തന്നെയാണോ അതോ ഒന്നിലേറെ പേരുടേതാണോ എന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ തന്നെ 9 പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണിത്. കാരണം അയാളുടെ വെളിപ്പെടുത്തലിലേക്കുള്ള ആദ്യ തെളിവ് എന്ന നിലയ്ക്ക് വേണമല്ലോ ഈ അസ്ഥികൂടങ്ങളെ കാണാൻ. ഇതിനകത്ത് ഒരു ഡിഫൻസ് വരാനിരിക്കുന്നത് പുരുഷന്റെ ആണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. അതേ പറഞ്ഞത് പുരുഷന്മാരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും വരാനിരിക്കുന്ന ഒരു കാര്യം അതായിരിക്കും. ഇതിനകത്ത് ഞാൻ കാണുന്നത് ഇദ്ദേഹം പറഞ്ഞത് 100ഓളം ഞാൻ തന്നെ കുഴിച്ചിട്ടു, ഞാൻ മാറിയപ്പോൾ വീണ്ടും ആളുകൾ വന്നു എന്നാണ്. നമ്മളെല്ലാം മാറ്റിയിട്ട് ഒരു 20 ആളെന്ന് കരുതുക, 180 പേരെ മാറ്റുക, 20 ആളെന്ന് കരുതുക. 20 ആളുകളെ കൊന്ന് ഈ ദീർഘമായ കാലത്തിനിടയിൽ അവിടെ കുഴിച്ചിട്ടു എന്നത് വസ്തുതയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് കുറേ മൃതദേഹങ്ങളൊക്കെ മാറ്റാനും പറ്റിയിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനും പറ്റിയിട്ടുണ്ടാകും. പിന്നെ ഈ പറയുന്ന 10 വർഷം എന്ന ദീർഘമായ കാലയളവ് ഈ നേത്രാവതി നദീതീരത്താണ് എന്നത് ഈ അഴുകലിനെ കൂടുതൽ വേഗത്തിലാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അസ്ഥികളും ഈ പറയുന്ന സോളിഡായിട്ടുള്ള അവശിഷ്ടങ്ങളെ കിട്ടാതിരിക്കൂ. ശാസ്ത്രീയമായ പരിശോധന നടത്തിയാൽ അപ്പോഴും അതിനകത്ത് ഈ പറയുന്ന പോലെ അഴുകി ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ബോഡികളെ കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ ഹർഷൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ആളുകളെ കാണാതായിട്ടുണ്ടെന്ന് പരാതിയുണ്ട്, മനുഷ്യരെ കാണാതായിട്ടുണ്ട്. ഒരമ്മ എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതിപ്പെട്ട ചരിത്രം നേരത്തെ ഉണ്ട്. അവിടെ ചില രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹ സംഘടനകളും നേരത്തെ തന്നെ ആളുകളെ കാണാതാവുന്നു എന്നത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വസ്തുത ഇല്ലാത്തതാണ് എന്നത് അങ്ങനെ പെട്ടെന്ന് സ്ഥാപിക്കാവുന്ന ഒരു കാര്യമല്ല. ഇയാളാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു മൃതദേഹ ഭാഗം കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ ATM കാർഡ് പോലുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നു എന്ന വാർത്ത, അത് പക്ഷേ കൺഫേംഡ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒളിച്ചോടാൻ ഇവർക്ക് ഒരു തരത്തിലും സാധിക്കില്ല. ഇത് ആലോചിച്ച് നോക്കുമ്പോൾ കേരളത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ, ഇവർ കേരളത്തെ കുറ്റപ്പെടുന്നല്ലോ, കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ മറ്റോ ആയിരുന്നെങ്കിൽ ഇത് ആരോപണം വരുന്നത് എത്രമാത്രം വലിയ കാര്യമായേനെ. സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അതിനകത്തേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യുക. പക്ഷേ ഇവിടെ അത് മാധ്യമങ്ങൾ തിരിച്ച് കാര്യങ്ങളെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ്. അതായത് എനിക്കും ഇപ്പോൾ തോന്നുന്നത് എന്തായാലും ഈ പറയുന്ന ഇത് വളരെ ഗൗരവത്തിലേക്ക് പോകുമെന്നാണ്. അതായത് 30 പേരെ IPSകാരെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് രാജ്യമാകെ തീരുമാനിച്ചപ്പോൾ അതിനകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, ഈ പ്രണബ് മൊഹന്തി, ഈ കർണാടകയിൽ നിന്നുള്ളതാണ്. അയാളെ തന്നെയാണ് SITയുടെ തലവനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം ഏതൊക്കെയോ ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ എന്ന് ഈ സാക്ഷി വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതയാണല്ലോ നമുക്ക് തോന്നും. നിശ്ചയമായിട്ടും രാജ്യത്തിന് ഉത്തരം കിട്ടേണ്ടത് ദി നേഷൻ വാണ്ട്സ് ടു നോ. രാജ്യത്തിനാകെ ഉത്തരം കിട്ടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ധർമ്മസ്ഥലം മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊല ചെയ്യപ്പെട്ട 100 കണക്കിന് സ്ത്രീ ശരീരങ്ങളെ അടക്കം ചെയ്ത കൂട്ടക്കുഴിമാടങ്ങൾ നേത്രാവതി തീരത്തുണ്ടെന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി സർറിയലായി തോന്നാം. നമുക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന്. പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു സത്യം പുറത്തു വരണം. സാക്ഷിയുടെ വാക്ക് പ്രാഥമികമായി നമുക്ക് വിശ്വസിച്ചേ മതിയാകൂ. പക്ഷേ സാക്ഷ്യങ്ങൾ സത്യസന്ധമായ പരിശോധനയ്ക്ക് വിധേയമാവുകയും വേണം. ഒരുപക്ഷെ വളരെ മോശമായ സംഗതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സത്യം കേൾക്കാനുള്ള ധൈര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. 100 കണക്കിനല്ല, ഒരാളെങ്കിലും നേത്രാവതി തീരത്ത് കൊല്ലപ്പെട്ട് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം. തെറ്റായ സാക്ഷ്യങ്ങൾ കൊണ്ട് ഒരാളും ക്രൂശിക്കപ്പെടാതെ ഇരിക്കട്ടെ എന്ന് RDX പ്രതീക്ഷിക്കുന്നു.